സോയിൽ പൊല്യൂഷൻ, മണ്ണ് മലിനീകരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. ലിസൺ ടു വാട്ട് ആൻ earthworm says. They can't live in soil due to soil pollution. Okay, have you read what the earthworm said? What are the waste materials found in your home and surroundings? വീട്ടിലും വീടിന് ചുറ്റുഭാഗത്തും കാണുന്ന പാഴ്വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫുഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, ഇലക്ട്രോണിക് വേസ്റ്റ്, ഓൾഡ് ക്ലോത്ത്സ്, ഓർഗാനിക് വേസ്റ്റ്, എക്സെട്ര. ഒബ്സർവ് ദ പിക്ചേഴ്സ്. ഈസ് ഇൻ ത്രോയിങ് ഓഫ് വേസ്റ്റ് ടു ദ സറൗണ്ടിങ്സ് ഹാംഫുൾ ടു ഹാബിറ്റാറ്റ്സ്? ഡിസ്കസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് പൊല്യൂട്ട് ദ സോയിൽ. മണ്ണ് മലിനീകരണത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ്, എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻ ഫാംസ്. ഫാമുകളിലെ അമിതമായ കീടനാശിനി പ്രയോഗം. നെക്സ്റ്റ്, എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അമിതമായ രാസവളപ്രയോഗം. ഡിസ്ചാർജിങ് സീവേജ് ആൻഡ് വേസ്റ്റ് ഫ്രം ഫാക്ടറീസ്. ഫാക്ടറികളിൽ നിന്നും മാലിന്യവും മലിനജലവും പുറന്തള്ളുന്നു. ത്രോയിങ് പ്ലാസ്റ്റിക് ഗാർബേജസ് ഇൻ ടു ദി സോയിൽ. മണ്ണിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കൽ. ഡിസ്പോസൽ ഓഫ് ഇലക്ട്രോണിക് വേസ്റ്റ് ഇൻ ദ സോയിൽ. ഇലക്ട്രോണിക് മാലിന്യങ്ങൾ മണ്ണിൽ നിക്ഷേപിക്കൽ. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് സോയിൽ പൊല്യൂഷൻ, അതായത് മണ്ണ് മലിനമാകുന്നത്. ഹൗ ഡസ് സോയിൽ പൊല്യൂഷൻ എഫക്റ്റ് ദി ഇക്കോസിസ്റ്റം? മണ്ണ് മലിനീകരണം ആവാസ വ്യവസ്ഥയെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് നോക്കാം. ഇറ്റ് ത്രെറ്റൻസ് ടു ദ സർവൈവൽ ഓഫ് ഓർഗാനിസംസ് ഇൻ ദ സോയിൽ. ഇത് മണ്ണിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നു. ഇറ്റ് ഡിസ്ട്രോയ്സ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നശിപ്പിക്കുന്നു. When it rains, the impurities in the soil flowing to the well and other water resources. മഴ പെയ്യുമ്പോൾ മണ്ണിലെ മാലിന്യങ്ങൾ കിണറിൽ എത്തിച്ചേരുന്നു. These are some of the harmful effects of soil pollution. Okay, thank you.